നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഈ പരിശുദ്ധ രാത്രിയിൽ ഒരു വർഷം കൂടി കഴിഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഈ രാത്രിയുടെ യാമത്തിൽ നിന്നെ ആരാധിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടുകൂടി ഞങ്ങൾ ഇവിടെ ആയിരിക്കുകയാണ്. പിതാവായ ദൈവമേ, നീ എന്തുമാത്രം ഞങ്ങളെ സ്നേഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം തിരുവചനം, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. തൻ്റെ രൂപഭാവങ്ങൾ നൽകി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ ജനമായ ഇസ്രായേലിനെ കാത്ത് പരിപാലിച്ച ദൈവം, മരുഭൂമിയുടെ വിജനതകളിൽ അവർക്ക് താങ്ങായി മാറിയ കർത്താവ്, എസെക്കിയേലിനെയും ജെറമിയായെയും യേശയ്യായെയും എലീശായെയും ഒക്കെ ശക്തിപ്പെടുത്തിയ കർത്താവ്, പിതാവായ ദൈവമേ, നിന്റെ സജീവമായ സാന്നിധ്യം ഈ തിരുവോസ്തയിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മോറിയായിലും സീനായിലും ഹോറബിലുമൊക്കെ തൻ്റെ സജീവ സാന്നിധ്യം അറിയിച്ച കർത്താവേ, നിന്റെ ആരാധ്യമായ സജീവമായ സാന്നിധ്യത്തെ ഞങ്ങൾ ഒന്ന് ചേർന്ന് പാടി വാഴ്ത്തുന്നു. ദൈവപിതാവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് നിന്നെ ആരാധിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പുത്രനായ
ഈശോ മിശിഹായുടെ സ്നേഹം നമുക്കോർക്കാം. കാലിത്തൊഴുത്തിൽ ജനിച്ചവൻ, ശൂന്യമാക്കലിന്റെ ജീവിതം സ്വന്തമാക്കിയവൻ, ജനിക്കുവാൻ ഒരിടം പോലും ലഭിക്കാത്തവൻ, തൻ്റെ പരസ്യ ജീവിത കാലയളവിൽ കണ്ടുമുട്ടിയവർക്കെല്ലാം സൗഖ്യം പകർന്നവൻ, രോഗികളെ തൊട്ട് സുഖപ്പെടുത്തിയവൻ, കരയുന്നവരുടെ കണ്ണുനീരൊപ്പിയവൻ, ദുഃഖിതരെ ആശ്വസിപ്പിച്ചവൻ, സുഹൃത്തുക്കൾക്ക് നല്ലൊരു സ്നേഹിതൻ, വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവന് സമരിയാക്കാരൻ, ഒടുവിൽ കണ്ണുനീരിന്റെ ഗത്സമനിൽ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ എന്ന് നെടുവീർപ്പിട്ടവൻ, ഒടുവിൽ കുരിശിൽ മരിച്ച് നമ്മുടെ ജീവിതത്തിന് പ്രതീക്ഷ നൽകി ഉദ്ധാനം ചെയ്ത കർത്താവ്. ഈശോയെ, നിന്റെ സജീവമായ സാന്നിധ്യം ഈ തിരുവോസ്തിയിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. തിരുവനായ ഈശോ, ഈശോനാഥ, നിന്നെ ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിച്ച് പാടി വാഴ്ത്തുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമുക്കോർക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ ജീവനില്ലാത്ത അസ്ഥികഷണങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞപ്പോൾ അത് ജീവനുള്ളതായി മാറി. പാപം മൂലം മൃതമായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ ആത്മാവിനെ നൽകണമേ. പാപബോധം നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധിയിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. തിന്മ ചെയ്യരുതെന്നും നന്മ ചെയ്യണമെന്നും നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. സങ്കീർത്തകന്റെ പുസ്തകത്തിൽ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുത് എന്ന് നെടുവീർപ്പിടുന്ന ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. നിന്റെ പരിശുദ്ധാത്മാവിനെ നഷ്ടമാക്കാതെ വിശുദ്ധിയിൽ നിർമ്മലതയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ ഒന്ന് ചേർന്ന് പാടി വാഴ്ത്തുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. കൈകൾ ഉയർത്തി വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പരിശുദ്ധ രാത്രിയിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ശാന്തമായി ദിവ്യകാരുണ്യനാഥനെ തന്നെ നമുക്ക് നോക്കിയിരിക്കാം. സങ്കീർത്തകന്റെ പുസ്തകം 42 അധ്യായം 1 തിരുവചനം. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയ്ക്കായി ദാഹിക്കുന്നു. ത്രിയേക ദൈവമേ, നിന്റെ സജീവമായ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ, നിന്റെ സാന്നിധ്യത്തിൻ്റെ തണലിലായിരിക്കുവാൻ ദാഹത്തോടെ ഞങ്ങളായിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25 അധ്യായം 1 തിരുവചനം. കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഏക ദൈവമായ അങ്ങയെ ഞങ്ങൾ ആരാധനയോടുകൂടി സമീപിക്കുകയാണ്. ഈ രാത്രിയിൽ, ഈ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലായിരിക്കുമ്പോൾ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവേ, വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. രോഗപീഠകള്, വൈറസ് ബാധകള്, പ്രകൃതി ദുരന്തങ്ങള്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടുമുട്ടി. എല്ലാ അനുഭവങ്ങൾക്കും അപ്പുറം കർത്താവേ, നിന്റെ സ്നേഹമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾക്കുണ്ടായ എല്ലാ അനുഭവങ്ങളെയും ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് തരികയാണ്. നീ അറിയാതെ, നീ അനുവദിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ചെറുതും വലുതുമായ, സങ്കടങ്ങൾ നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതുമായ, പ്രത്യാശ നിറഞ്ഞതും നിരാശാജനകവുമായ എല്ലാ അനുഭവങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ, കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൽ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ ഞങ്ങൾ നിന്നെ മറന്ന് നടന്നിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഈ നിമിഷം, ഈ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഹൃദയപൂർവം ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ കുറവുകളെയും ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഈ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുവാൻ, ഈ വർഷത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നീ ഞങ്ങളെ അനുവദിച്ചു. കഴിഞ്ഞ വർഷം ആരംഭിച്ചപ്പോൾ തുടങ്ങി ഇന്ന് വരെയുള്ള ദിനങ്ങൾ പരിശോധിച്ചാൽ അനേകർ ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും ഞങ്ങളെ വേർപിരിഞ്ഞ് നിന്റെ സന്നിധിയിലേക്ക് തിരികെ വന്നു. നീ ഞങ്ങൾക്ക് ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപ കൂടി നൽകി. ഇതെല്ലാം നിന്റെ ദാനമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. കഴിഞ്ഞൊരു വർഷക്കാലമുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് സമർപ്പിക്കാം. സങ്കീർത്തകന്റെ പുസ്തകം 57 അധ്യായം 1 തിരുവചനം. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. നമ്മുടെ അഭയവും കോട്ടയുമായ തമ്പുരാന്റെ മുൻപിൽ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ നന്ദി നിറഞ്ഞ മനസ്സോടെ നമുക്കായിരിക്കാം. കഴിഞ്ഞൊരു വർഷക്കാലം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദിയുടെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട്
ഈശോ, നിന്റെ അളവറ്റ കാരുണ്യത്തിന്, അളവറ്റ കൃപയ്ക്ക്, സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊര നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊര നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത കൃപകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവേ, നിനക്ക് നന്ദിയോടെ ഞങ്ങൾ കീർത്തനമായി ആലപിക്കുന്നു. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊര നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം തന്നെയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം. അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു നാളും ഓർമ്മിക്കുകയില്ല. കർത്താവേ, ഈ വചനത്തിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കാലയളവിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും തിന്മകളും നീ മറന്നു കളഞ്ഞു എന്ന് ഞങ്ങൾക്കറിയാം. വലിയ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിന്റെ മുൻപിലായിരിക്കുക. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 34-ാം തിരുവചനം. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളായിരിക്കുമ്പോൾ വരാനിരിക്കുന്ന വർഷത്തെ പൂർണ്ണമായും നിന്റെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികൾ, ഞങ്ങൾ അഭിമുഖീകരിക്കുവാൻ പോകുന്ന ജീവിത പ്രശ്നങ്ങൾ,
ഈ ഒരു വർഷം ഞങ്ങൾ നടത്താൻ പോകുന്ന യാത്രകൾ, ഞങ്ങൾ നേരിടുവാൻ സാധ്യതയുള്ള രോഗപീഠകൾ എല്ലാം പൂർണ്ണമായും നിന്റെ മുൻപിലേക്ക് വിട്ടുതരികയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മരവിച്ച ഒരു പ്രാർത്ഥനാ ജീവിതമായിരിക്കാം ഞങ്ങൾക്കുള്ളത്. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിച്ച മരവിപ്പ് നീ എടുത്തു മാറ്റണമേ. ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ ഹൃദയം, അഭിഷേകത്താൽ ജ്വലിക്കുന്ന, ദൈവകൃപയാൽ സമൃദ്ധമാക്കപ്പെട്ട ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണമേ. ഒരു പുതിയ ജീവൻ എനിക്ക് നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ആത്മീയ ജീവിതത്തിൽ വളരുവാൻ തക്ക വിധം നിന്റെ സജീവമായ സാന്നിധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം തിരുവചനം. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു നവചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിന്റെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നിനക്ക് ഞാൻ നൽകും. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒന്നു ചേർന്ന് ആഗ്രഹിക്കുകയാണ്. അഭിഷേകത്തിന്റെ നിറവുള്ള ഒരു പുതിയ വ്യക്തിയായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു പുതിയ ജീവൻ ലഭിക്കാൻ, ഒരു പുതിയ ഹൃദയം ലഭിക്കാൻ എനിക്ക് ഇടവരുത്തണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പുതിയൊരു ജീവൻ നൽകൂ പരിശുദ്ധാത്മാവേ, പുതിയൊരു ജീവൻ നൽകൂ പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. രാഗത്തോടെ പാടാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒരിക്കൽ കൂടി പാടാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയ വർഷത്തെയും എല്ലാ അനുഭവങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ കത്തോലിക്ക സഭയെ നമുക്ക് ഓർക്കാം. കേരളത്തിലും പുറത്തും അകത്തുമായുള്ള സീറോ മലബാർ സഭയെയും എല്ലാ രൂപതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കേരളത്തിലെ എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കാം. എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ചു കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ആശീർവാദത്തിന്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടുമ്പോൾ ഒരു പുതിയ ഹൃദയം, ആത്മീയ ഉണർവ്, ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാപന ആശീർവാദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതനീ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്